നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെ പോകുന്നു ഈ ആഴ്ച? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ. നമ്മൾ മറ്റേ മെസ്സേജസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാറുണ്ട് ഡ്രീമിങ് ഓഫ് യു എന്നൊക്കെ അല്ലേ. എന്താണ് ഇവർ ഡ്രീം ചെയ്യുന്നത് നിങ്ങളെ പറ്റി എന്ന് നോക്കിയാൽ എന്നൊരു ഫൺ റീഡിങ് ആയിക്കോട്ടെ അല്ലേ. അതായത് ഇവരുടെ സ്വപ്നങ്ങളിൽ നിങ്ങളെക്കുറിച്ച് ഇവരെന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ സ്വപ്നങ്ങളിൽ എന്താണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഡ്രീംസ് എന്ന് പറയുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളാണല്ലോ അവർ ഡ്രീം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. നല്ല നല്ല ഡ്രീംസ് ആണോ, എന്താണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. ഒരു ഫൺ റീഡിങ് ആയിക്കോട്ടെ. എന്ന് നമ്മൾ വളരെ സീരിയസ് കാര്യങ്ങൾ നോക്കി ടെൻഷനായി അല്ലേ. അപ്പോൾ ഇന്ന് സമാധാനമായിട്ട് നോക്കാം കേട്ടോ. പിന്നെ 11/11 മാനിഫെസ്റ്റേഷൻ്റെ വീഡിയോ ആയിട്ടാണ്, ഷോർട്സ് ആയിട്ടല്ല ഇട്ടിരിക്കുന്നത്. ഏകദേശം ആ ഡേറ്റ് എടുക്കുമ്പോൾ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. 11th ചെയ്യേണ്ടവർ ചെയ്യുക. മാനിഫെസ്റ്റേഷൻ വളരെ പവർഫുൾ പോർട്ടലാണ്, ബെനിഫിറ്റ്സ് കിട്ടും കേട്ടോ. അതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ ഞാൻ റീഡിങ്ങിലേക്ക് പോവാണ്. ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഓക്കെ, ഇത് എസ്പെഷ്യലി ഒരു ഫൺ റീഡിംഗ് ആണ്. ഡ്രീംസ് എന്നൊക്കെ പറയുന്ന ഫൺ റീഡിംഗ് ആയിട്ട് എടുത്താൽ മതി കേട്ടോ. അതിൽ നിങ്ങളുടെ ആളുടെ പേഴ്സൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ എന്ന് നമുക്കറിയാൻ സാധിക്കും. ഓക്കെ, നോക്കാം. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ, അവരെക്കുറിച്ച് അവരുടെ സ്വപ്നങ്ങളിൽ എന്താണ് ചിന്തിക്കാറുള്ളത്, കാണാറുള്ളത്. പറയുമ്പോഴേ കയ്യിൽ നിന്ന് കാർഡ്സ് ചാടി ചാടി പോവാണ്. എക്സൈറ്റഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ. ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ, അവരുടെ സ്വപ്നങ്ങളിൽ അവരെക്കുറിച്ച് എന്താണ് കാണാറുള്ളത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ സ്വപ്നങ്ങളിൽ എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് എന്താണ് അവർ കാണാറുള്ളത്. What do they see in their dreams about my viewers? What do they dream about my viewers? What do that person dream about my viewers? Please guide, please guide, please guide. 8 of Cups, okay. 7 of Cups, 9 of Wands, Knight of Cups, Page of Cups, Emperor, Queen of Pentacles, 4 of Pentacles. ഓക്കെ, ക്ലാരിഫൈ ചെയ്യുമ്പോൾ എല്ലാം അറിയാം കേട്ടോ എന്താണെന്നൊക്കെ. 4 of Wands, അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. Ace of Pentacles, Ace of Cups, ഒരു കാർഡോടെ എടുക്കാം. Queen of Wands, and the bottom of the deck the Empress. നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യണം അങ്ങനെയൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്നിച്ചുള്ള ഒരു ലൈഫ് ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കൽ അങ്ങനെയെല്ലാം അവർ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. എന്തായാലും നമുക്ക് ഇത് ക്ലാരിഫൈ ചെയ്തു നോക്കുമ്പോൾ വിവരങ്ങൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. നോക്കട്ടെ, ക്ലാരിഫൈ 8 of Cups. 8 of Cups എന്തുകൊണ്ടാണ് അവിടെ വന്നത് ഡിവൈൻ? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ സ്വപ്നങ്ങളിൽ എന്താണ് 8 of Cupsനെ വെച്ചിട്ട് അവരുദ്ദേശിക്കുന്നത്? 6 of Cups, the World and 8 of Wands. ഓക്കെ, അവരാഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മൊത്തം ഒരു യാത്ര പോകണം. എവിടെ? വേൾഡിൽ, എറൗണ്ട് ദ വേൾഡ് ഒരു യാത്ര നിങ്ങളുടെ ഒപ്പം പോകണം. അതെങ്ങനെ? ഒരു ഫാമിലി ആയിട്ട്. 6 of Cups നിങ്ങളെപ്പറ്റി ഒരുപാട് ഓർമ്മകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഫാമിലി എന്നൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിൽ കേട്ടോ. എന്നാൽ നിങ്ങളുടെ ലോങ് ടേം റിലേഷൻഷിപ്പാണ്. നിങ്ങൾ മൊത്തം ഇത് നിങ്ങളുടെ സ്പൗസും ആയിരിക്കാം കേട്ടോ. നിങ്ങളെയും കൂട്ടി മക്കളെയും കൂട്ടി ഒരു യാത്ര എന്നൊക്കെ പറയില്ലേ, അതിനെപ്പറ്റിയിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം, പ്ലാൻ ചെയ്യണം. യാത്ര പ്ലാൻ ചെയ്യണം നിങ്ങൾ മൊത്ത്, നിങ്ങളുടെ കുടുംബമൊത്ത് എന്നൊക്കെ അവരാഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ ഡ്രീമാണത്, ലോകം സഞ്ചരിക്കാൻ നിങ്ങളുടെ ഒപ്പം. നിങ്ങൾ രണ്ടുപേരും യാത്രകൾ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കണം. ഒരു പക്ഷേ കണ്ടുമുട്ടിയതും ഒരു യാത്രക്കിടയിലായിരിക്കണം കേട്ടോ. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കുറേ സംസാരിക്കണം, യാത്ര പോകണം, യാത്രക്കിടയിൽ നിങ്ങളുടെ അടുത്ത് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം.
നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഇവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹമാണ് സ്വപ്നമായിട്ട് വരുന്നത് അല്ലേ. 7 ഓഫ് കപ്സ്. ക്ലാരിഫൈ 7 ഓഫ് കപ്സ്. ക്ലാരിഫൈ 7 ഓഫ് കപ്സ്. Ace of Cups, Temperance, Ace of Pentacles. 7 ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുന്നത് ഡേ ഡ്രീമിങ്ങിൻ്റെ എനർജിയാണ് കേട്ടോ. കണ്ണ് തുറന്നു വെച്ചിട്ട് സ്വപ്നം കാണില്ലേ, അതാണ്. അവിടെ അവർ ആഗ്രഹിക്കുന്ന ഒരുപാട് എന്താ പറയുക, സ്നേഹത്തോടെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ടാവുന്നതായിട്ടും നിങ്ങളുമായിട്ടൊരു ബാലൻസിൽ എത്തുന്നതായിട്ടും നിങ്ങളുടെ റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നതായിട്ടും അങ്ങനെയൊക്കെ നമ്മൾ കാണല്. നിങ്ങളുടെ മൊമെൻറ്റ്സ് നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്യുന്ന സമയമൊക്കെ നിങ്ങൾ മനസ്സിൽ കാണില്ലേ. ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ആലോചിക്കില്ലേ, അവരുടെ കൂടെ ഇരിക്കുന്നത്, സംസാരിക്കുന്നത്, ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഒരു അമ്പലത്തിൽ നിങ്ങൾ പതിവായിട്ട് അമ്പലത്തിലോ പള്ളിയിലോ റിലീജിയസ് ഗ്രൂപ്പിലോ ഒക്കെ വെച്ചായിരിക്കും തമ്മിൽ കാണുന്നുണ്ടാവുക. ആ മൂമെൻറ്റ്സ് ഒക്കെ ഇവർ ആലോചിക്കുന്നുണ്ടാവും. അവിടെ വെച്ച് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്ത കാര്യങ്ങൾ അങ്ങനെയൊക്കെ കണ്ണ് തുറന്ന് വെച്ച് ആലോചിക്കുന്നതായിട്ടാണ്, ഡ്രീം ചെയ്യുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നതായിട്ടും ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ടും ഒക്കെയുള്ള ഡ്രീംസാണ്. അവിടെ കണ്ണ് തുറന്ന് വെച്ച് ഇമാജിൻ ചെയ്യുകയാണ്, അവരങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇമാജിനേഷൻ ചെയ്യുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ക്ലാരിഫൈ 9 ഓഫ് wands. ക്ലാരിഫൈ 9 ഓഫ് wands. ക്ലാരിഫൈ 9 ഓഫ് wands. King of Cups, Page of Cups, 10 of Cups. അവിടെയും സ്നേഹം തന്നെയാണ്. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരുന്നതായിട്ടും നിങ്ങളുമായിട്ട് ഒരു കുടുംബമായിട്ട് ഇരിക്കുന്നതായിട്ടും ഒക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു സ്വപ്നങ്ങളാണ് അവർ കാണുന്നത്. അതായത് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും. ഒന്ന് വെയിറ്റിംഗ് പീരീഡിൽ അവർ നിൽക്കുന്നതായിട്ട് ഒക്കെ കാണുന്നുണ്ട്. എന്തെങ്കിലും തടസ്സങ്ങൾ അവരവിടെ ഫേസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ് കേട്ടോ. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ അവർ ആലോചിക്കുന്നത്, നിങ്ങളുടെ അടുത്ത് പ്ലാനും ചെയ്യുന്നുണ്ടാവും, മെസ്സേജ് അയക്കുന്നുണ്ടാവും, നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഈ തടസ്സങ്ങളൊക്കെ മാറി നമ്മൾ ഒരുമിച്ച് ഒരു കുടുംബം ആവുമ്പോൾ എങ്ങനെ ജീവിക്കണം, അങ്ങനെ ആയിരിക്കും നമ്മളുടെ ഭാവിയിലുള്ള ജീവിതം നമ്മൾ ഇമാജിൻ ചെയ്യില്ലേ, അങ്ങനെ ഇമാജിൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്ന. തടസ്സങ്ങളുണ്ട്, അതവർ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു അത് തരണം ചെയ്ത് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി തരാൻ അവർക്ക് സാധിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇവർ ഇമാജിൻ ചെയ്യുകയാണ്. ഒന്നുകിൽ നിങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടാവും, നമുക്ക് അങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹത്തോടെ പ്ലാനിങ് ഒക്കെ ചെയ്യുമല്ലോ ഭാവിയിലുള്ള കാര്യങ്ങൾ. അതൊക്കെ അവർ വീണ്ടും വീണ്ടും ഇമാജിൻ ചെയ്യുന്നതായിട്ടും കണ്ണ് തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ഈ ഇമാജിനേഷൻ അവരുടെ. ഉറക്കത്തിലുള്ള സ്വപ്നമല്ല, കണ്ണ് തുറന്നു വെച്ച് ഡ്രീം ചെയ്യുന്നതായിട്ടാണ്. നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ, ഭാവി പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവർ വീണ്ടും ഇമാജിൻ ചെയ്യുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്. കാർഡ് കയ്യിൽ നിന്ന് വെറുതെ ചാടിപ്പോവുക. എക്സൈറ്റ്മെൻറ്റ് കാരണമാണോ, നിങ്ങൾ എക്സൈറ്റഡ് ആണോ, ഞാൻ എക്സൈറ്റഡ് ആണോ? ഞാൻ എന്തിനാ എക്സൈറ്റഡ് ആവുന്നത് അല്ലേ, നിങ്ങളല്ലേ എക്സൈറ്റഡ് ആവണ്ടേ. ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്. നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനെ പറ്റി തന്നെയാണ് അവർ ആലോചിക്കുന്നത് കേട്ടോ. എംപ്രസ്, മജീഷ്യൻ, 7 ഓഫ് പെൻറ്റക്കിൾസ്. ജോലി സംബന്ധമായിട്ടൊക്കെ ഇവർ ദൂരെ ആയിരിക്കുമേ. ഇത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി യാത്ര ചെയ്ത് വരുന്നതിനെ പറ്റി ചിന്തിച്ചാൽ മതി. അവർ ഹാർഡ് വർക്കിലാണ്. ഹാർഡ് വർക്ക് ചെയ്യുന്നത് എന്തിനാണ്, നിങ്ങൾ അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാൻ വേണ്ടി അവർ ഏത് ലെവലിലുള്ള ഹാർഡ് വർക്ക് ചെയ്യാനും റെഡിയാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതായിട്ടും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടും എല്ലാം ഇവർ ഡ്രീം ചെയ്യുന്നുണ്ട്. ഡ്രീം പോയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാണ്. കാരണം തുടർച്ചയായിട്ട് നിങ്ങളെ പറ്റി ചിന്തിക്കുകയാണ്. ചിന്തകൾ കണ്ണ് തുറന്നിരിക്കുമ്പോഴും കണ്ണടച്ചിരിക്കുമ്പോഴും ഒക്കെ നിങ്ങളെ പറ്റി തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. ആ ഡ്രീംസിൽ അത് മാനിഫെസ്റ്റ് ആവുകയാണ്. അപ്പോൾ
ഇപ്പം ഇവർ ആലോചിക്കുന്നത് എന്ത് കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നാലും ശരി, നിങ്ങളെ ഒരു രാജ്ഞിയെ പോലെ വാഴിക്കണം, അല്ലെങ്കിൽ ഒരു രാജാവിനെ പോലെ. അവരുടെ ലൈഫിലുള്ള എംപ്രസ് എനർജി എടുത്താൽ മതി. ആണ് പെണ്ണെന്നുള്ള വ്യത്യാസം അവിടെ ഇല്ല. നിങ്ങൾ അവരുടെ ലൈഫിൽ റീപ്ലേസ്മെൻ്റ് ഇല്ലാത്തൊരു വ്യക്തിയാണ്. ആ ഹൈ ലെവലിൽ നിങ്ങളുടെ ഒപ്പം ജീവിക്കണം. അതിനുവേണ്ടി എന്ത് കഠിനാധ്വാനവും എന്ത് ത്യാഗവും ചെയ്യാൻ അവർ തയ്യാറാണ് കേട്ടോ. അപ്പോൾ ഈ കണ്ണ് തുറന്ന് നിങ്ങളെപ്പറ്റി തന്നെയാണ് ഇവർ, കണ്ണ് ഉറങ്ങുമ്പോഴും അതെ, എണീറ്റിരിക്കുമ്പോഴും അതെ, നിങ്ങളെ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, അങ്ങനെ അവർ ചിന്ത കേട്ടോ. ബ്യൂട്ടിഫുൾ എനർജി അല്ലേ. ക്ലാരിഫൈ പേജ് ഓഫ് കപ്സ്, ക്ലാരിഫൈ പേജ് ഓഫ് കപ്പ്. അവർ ഭയങ്കര സീരിയസ് ആണ് നിങ്ങളുടെ കാര്യത്തിൽ. ക്ലാരിഫൈ പേജ് ഓഫ് കപ്സ്, ക്ലാരിഫൈ പേജ് ഓഫ് കപ്സ്. ഇവിടുത്തെ ക്ലാരിഫൈ പേജ് ഓഫ് കപ്സ്, ക്ലാരിഫൈ പേജ് ഓഫ് കപ്സ്, ക്ലാരിഫൈ പേജ് ഓഫ് കപ്സ്. 9 of cups, hanged man, 2 of pentacles. അവർക്ക് ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്, ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ്, സ്റ്റക്ക് സിറ്റുവേഷൻ ആണ്. ഓക്കെ, അവരുടെ ഡ്രീം എന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്നതാണ് അവരുടെ ഡ്രീം. ഓക്കെ, അവരുടെ ഏറ്റവും തീവ്രമായ ആഗ്രഹം എന്ന് തന്നെ പറയാം. നിങ്ങളെന്നും അവരുടെ ലൈഫിൽ വേണം എന്ന് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അവർക്ക് സ്റ്റക്ക് സിറ്റുവേഷനാണ്, കൺഫ്യൂസിങ് സിറ്റുവേഷനാണ്. അവരാഗ്രഹിക്കുന്ന നിങ്ങളുമായിട്ട് വീണ്ടും കമ്മ്യൂണിക്കേഷനിൽ വരണം. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം എന്നാണ് അവരുടെ ഏറ്റവും തീവ്രമായ ആഗ്രഹം. അത് അവരുടെ സ്വപ്നമാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. നിങ്ങൾ അവരുടെ ലൈഫിൽ വന്ന് കയറുന്നതാണ് അവരുടെ സ്വപ്നം എന്നാണ് അവിടെ കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ ദി എംപറർ, ക്ലാരിഫൈ ദി എംപറർ. തടസ്സങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അവർ. ക്ലാരിഫൈ ദി എംപറർ, ക്ലാരിഫൈ ദി എംപറർ. ഡെത്ത്, നൈറ്റ് ഓഫ് സ്വാർഡ്സ്, ദി എംപറർ. വീണ്ടും ദി എംപറർ. ഇവിടെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അതിഭയങ്കരമായ റെസ്പോൺസിബിലിറ്റീസ് ഇവർക്കുണ്ട്. ഇവർ ആ വീട്ടിലുള്ള ഏർണിംഗ് മെമ്പർ ഇവരായിരിക്കണം കേട്ടോ. അതായത് ഇവരുടെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി എല്ലാം ഇവർ ഏറ്റെടുത്ത് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ ഇവരെന്താ വെച്ചാൽ ഇവരുടെ പ്രായത്തിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഇവർ ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ്. അവിടെ അവർ സ്വപ്നം കാണുന്ന എന്താ വെച്ചാൽ ഈ റെസ്പോൺസിബിലിറ്റിയൊക്കെ ഫിനിഷ് ചെയ്ത് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിലേക്ക് എത്രയും വേഗം എത്തിച്ചേരണം എന്ന് ഉള്ള ഒരു ചിന്ത അതാണ് അവരുടെ ഏറ്റവും വലിയ ഡ്രീം. റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അത് അവർ മനസ്സിലാക്കുന്നുണ്ട്. എംപറർ 2 പ്രാവശ്യം റിപ്പീറ്റ് ആയവിടെ. അപ്പോൾ എത്രമാത്രം റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അതെല്ലാം എത്രയും വേഗം ഫിനിഷ് ചെയ്ത് ഒരു ന്യൂ ബിഗിനിങ് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തണം എന്ന് ഉള്ളൊരു അതാണ് അവരുടെ തീവ്രമായ ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നം കേട്ടോ. ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. Five of Wands, 10 of Pentacles and the Chariot. ഓക്കെ, അവിടെ ഫൈനാൻസസ് ആണ് പ്രശ്നമായിട്ട് നിൽക്കുന്നതെങ്കിൽ, അതായത് പാരൻസിനെയൊക്കെ എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്തവരിയ്ക്കുകയാണ്. ഫാമിലി പൈസ കൊടുത്താൽ മാത്രമേ മേ ബി ഇവർക്ക് ജോലി ആയിട്ടുണ്ടാവില്ല. പിന്നെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റിയും ഉണ്ട് അവിടെ. ഇപ്പം തൽക്കാലം ഫാമിലിയാണ് ഇവരെ നോക്കുന്നത്. പിന്നീട് അവർക്ക് ജോലി ഒക്കെ ആവുന്ന സമയത്ത് അവരുടെ ഫാമിലിയെ തിരിച്ച് കൺസിഡർ ചെയ്യേണ്ട സാഹചര്യം അവർക്കുണ്ട്. ഇപ്പോൾ ഫൈനാൻസസ് ആണ് തടസ്സമായിട്ട് അവിടെ നിൽക്കുന്നതെങ്കിൽ ഇവർ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു ജോലി എത്രയും വേഗം സംഘടിപ്പിക്കണം. എസ്പെഷ്യലി ഇവർ യൂണിഫോംഡ് ജോബ്സിന് ട്രൈ ചെയ്യുന്നുണ്ടാവും. ആർമി, നേവി, എയർഫോഴ്സ്, പോലീസ്, അങ്ങനെ എന്തെങ്കിലും, എയർപോർട്ടിൽ ജോലി, അങ്ങനെ എന്തെങ്കിലും. അതായത് യൂണിഫോം ധരിക്കേണ്ടതായിട്ട് ആവശ്യമുള്ള ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇവരുടെ ഏറ്റവും തീവ്രമായ ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നം എന്ന് പറയുന്നത് ആ ജോലിയിൽ കയറുക, നിങ്ങളുടെ പ്രൊട്ടക്ഷനോടൊപ്പം അവർ സ്വയം ഇൻഡിപെൻഡൻ്റ് ആവുക, ഫൈനാൻഷ്യലായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവുക, അതോടൊപ്പം ഇവരുടെ ഫാമിലിയെ സ്റ്റേബിൾ ആക്കുക, അതിൻ്റെ ഒപ്പം നിങ്ങളിലേക്ക് അടുക്കാനുള്ള തടസ്സം മാറ്റുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഡ്രീം കേട്ടോ. ക്ലാരിഫൈ 4 of Pentacles. വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു പേഴ്സണാണ് നിങ്ങളുടെ ആൾ. ക്ലാരിഫൈ 4 of Pentacles, ക്ലാരിഫൈ 4 of Pentacles, ക്ലാരിഫൈ 4 of Pentacles.
ത്രീ ഓഫ് സ്വാർഡ്സ്. ഓക്കെ, ദ മൂൺ ആൻഡ് ടു ഓഫ് കപ്സ്. നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവുമേ. നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ട്, നിങ്ങളുടെ പേഴ്സണുമായിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ്. പക്ഷേ അവർ ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട്. മൂണിൻ്റെയും 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഒന്നിച്ച് വന്നിരിക്കുക. ഓക്കെ, അവർക്ക് നിങ്ങളുമായിട്ടൊരു റീയൂണിയനാണ് അവരുടെ സ്വപ്നം. അവർക്ക് നിങ്ങളുടെ അടുത്ത് പാച്ചപ്പ് ചെയ്യണം. ലോങ് ടേം ആയിട്ട് ബ്രേക്കപ്പ് ആയതായിരിക്കും നിങ്ങൾ. പക്ഷേ അവർക്ക് നിങ്ങളെ മറക്കാനോ മൂവ് ഓൺ ചെയ്യാനോ ഒന്നും സാധിച്ചിട്ടില്ല. നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് ഒരു റീയൂണിയന് വേണ്ടി വരിക, നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ സ്വപ്നം. കേട്ടോ? ക്ലാരിഫൈ 4 ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ 4 ഓഫ് വാൻഡ്സ്. 4 ഓഫ് വാൻഡ്സ് എന്താ? കല്യാണം, വിഷ് ഫുൾഫിൽമെൻറ്റ്, എൻഗേജ്മെൻറ്റ്, അല്ലേ? അക്സെപ്റ്റൻസ് ഓഫ് പ്രപ്പോസൽ അവർ ചെയ്യുമ്പോൾ നിങ്ങൾ ശരിയെന്ന് പറയുക, അതൊക്കെ. ദ സ്റ്റാർ, ദ ഫൂൾ, കിങ് ഓഫ് വാൻഡ്സ്. ഞാൻ പറഞ്ഞില്ലേ, അവിടെ അവർക്ക് നിങ്ങളോടൊപ്പം ഒരു കല്യാണം, ഒരു ജീവിതം, ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, അതൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിൽ. കാരണം നിങ്ങൾ നമ്പർ 1 സാന്നിധ്യമാണ് അവരുടെ ലൈഫിൽ. നിങ്ങളാണ് താരം അവരുടെ ലൈഫിൽ. എന്ത് റിസ്ക് ഫേസ് ചെയ്യേണ്ടി വന്നാലും അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി അത് ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് തന്നെ അവർ ഡ്രീം ചെയ്യുന്നു. അവരുടെ ഏറ്റവും വലിയ സ്വപ്നം നിങ്ങൾ ഒന്നിച്ചുള്ളൊരു ജീവിതം, നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരാൻ, നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. സ്റ്റാർ എന്ന് പറയുന്നതും 4 ഓഫ് വാൻഡ്സ് എന്ന് പറയുന്നതും വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ്. കേട്ടോ? നിങ്ങളെ ഒരുപാട് സ്നേഹിക്കണം, നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം, ഒരു കല്യാണം ഒക്കെ തന്നെയാണ് അവരുടെ മനസ്സിൽ. അതാണ് അവരുടെ ഏറ്റവും വലിയ സ്വപ്നം. കേട്ടോ? നിങ്ങളുടെ ഒത്തൊരു ജീവിതം. Clarify Ace of Pentacles. Clarify Ace of Pentacles. Clarify Ace of Pentacles. Lovers. Strength and the Sun. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന ഒരാളാണ്. നിങ്ങളവർക്ക് ഒരുപാട് ഇഷ്ടവുമാണ്. എത്ര ക്ഷമയോടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും നിങ്ങളുമായിട്ട് ഒരു ജീവിതം, ഒരു പുതിയ തുടക്കം. നിങ്ങൾ അവർ പ്രപ്പോസ് ചെയ്തിട്ട് നിങ്ങൾ റിജക്റ്റ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ പോലും അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. നിങ്ങൾ അവരുടെ ലൈഫിൽ അവരുടെ ലവായിട്ട് നിങ്ങൾ വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അവർക്ക് വേണം, നിങ്ങളുമായിട്ടൊരു സ്നേഹബന്ധം അവർക്ക് വേണം. കാരണം നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വെളിച്ചമാണ് എന്നവർ കരുതുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി എത്ര കാലം കാത്തിരിക്കാനും ഇവർ തയ്യാറാണ്. നിങ്ങളുമായിട്ട് ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് എത്ര കാലം വേണമെങ്കിൽ കാത്തിരിക്കാൻ ഇവർ തയ്യാറാണ്. നിങ്ങളുടെ സമയം എടുത്തോളൂ, പക്ഷേ ഒരു പോസിറ്റീവ് റിപ്ലൈ തരൂ എന്നുള്ള രീതിയിൽ അവർ വെയിറ്റ് ചെയ്യാണ്. കേട്ടോ? നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് ശരി എന്ന് പറയുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അതിനെപ്പറ്റിയാണ് അവർ ഡ്രീം ചെയ്യുന്നത്. നിങ്ങൾ അവരുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നതും, നിങ്ങളൊരു കപ്പിളാവുന്നതും, നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ വരുന്നതും എല്ലാമാണ് അവരുടെ സ്വപ്നത്തിൽ. അതിനുവേണ്ടി അവർ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കും. ക്ലാരിഫൈ ഈസ് ഓഫ് കപ്സ്. ക്ലാരിഫൈ ഈസ് ഓഫ് കപ്സ്. ക്ലാരിഫൈ ഈസ് ഓഫ് കപ്സ്. അതൊക്കെ തന്നെയാണ് അല്ലേ? ഈസ് ഓഫ് കപ്സ് അതൊക്കെ തന്നെയാണ്. ദ വീൽ, പേജ് ഓഫ് സോർഡ്സ്. ഓക്കെ, ആൻഡ് ഹെയർ ഓഫ് എൻഡ്. അവിടെയും നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം, നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അവർ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരാൻ വേണ്ടിയിട്ട് ഒരു മാരേജൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിലും. പക്ഷെ സ്റ്റുഡൻ്റാണ് അപ്പോൾ എടുത്ത് ചാടി കല്യാണമൊന്നും അവർക്ക് പറ്റില്ല. ഈ സമയവും മാറി വരും, എല്ലാം പോസിറ്റീവായിട്ട് കാര്യങ്ങൾ വരും. ഇവർ ഭാവിയിലേക്ക് വേണ്ടി ഒരു പോസിറ്റീവായിട്ട് ഇവർ ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാം ശരിയാകും, നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു ജീവിതം ഉണ്ടാകും, നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവും, ഒരു ഹാപ്പി ലൈഫ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇവർ ഡ്രീം ചെയ്യുകയാണ്. ഇവർ സ്റ്റുഡൻ്റാണ് നിങ്ങളുടെ പേഴ്സൺ. കേട്ടോ? കാലം മാറി വരും. കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഒരുപാട് സ്നേഹമാണ്. ഈസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ആ സ്നേഹത്തോടു കൂടി തന്നെ നിങ്ങൾ ഭാവിയിൽ ഒരു ജീവിതം ഉണ്ടാവുമെന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്, ഡ്രീം ചെയ്യുകയാണ്. കേട്ടോ? ക്ലാരിഫൈ ക്വീൻ ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ ക്വീൻ ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ ക്വീൻ ഓഫ് വാൻഡ്സ്. ഏസ് ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ക്വീൻ ഓഫ് കപ്സ്. നിങ്ങളെ പ്രതി ഇവർ ഭയങ്കര ഇമോഷണലാണ്, അട്രാക്റ്റഡുമാണ്, സ്നേഹമുണ്ട്. നിങ്ങളുമായിട്ടൊരു പുതിയ ബിഗിനിങ് വേണം, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം, അങ്ങനെയൊക്കെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതൊക്കെയാണ് വളരെ ഇമോഷണലായിട്ട് ഇൻവോൾവ് ആയിട്ട് നിങ്ങൾക്ക് ഒരുമിച്ചൊരു ജീവിതം വേണം എന്നൊക്കെയാണ് ഇവരുടെ ഏറ്റവും വലിയ ഡ്രീം. കേട്ടോ? നിങ്ങളുമായിട്ട് സ്നേഹബന്ധം
ഉണ്ടാവണം. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഇവർക്ക് ഏറ്റെടുക്കണം. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. നിങ്ങൾ ഇമോഷണൽ ആയിരിക്കുമ്പോൾ നിങ്ങളെ പൊതിഞ്ഞു പിടിക്കണം. അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയങ്കര ഡ്രീംസാണ് ഇവർക്ക്. ഇവർ നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഒരുമിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുക പറയുമ്പോൾ എന്താണ്, നിങ്ങൾ ഒരുമിച്ച് എന്നും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. അപ്പോൾ നിങ്ങളുമായിട്ടൊരു റൊമാൻറ്റിക് ബിഗിനിങ് വേണം. ഭയങ്കര ഇമോഷണലായിട്ട് പരസ്പരം സംസാരിക്കണം, പരസ്പരം റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യണം. അതൊക്കെയാണ് അവരുടെ ഡ്രീം. ഓക്കെ, ക്ലാരിഫൈ ദി എംപ്രസ്. ക്ലാരിഫൈ ദി എംപ്രസ്. ക്ലാരിഫൈ ദി എംപ്രസ്. ഇവർ എന്തൊരു സുന്ദരിയാന്ന് നോക്കിയേ. 9 ഓഫ് പെൻറ്റക്കിൾസ്, 4 ഓഫ് വാൻസ്. അത് ശരി. ഏസ് ഓഫ് സ്വാർഡ്സ്. അവർക്ക് ഒരു നല്ല മെൻ്റൽ ക്ലാരിറ്റി ആണ് നിങ്ങളുടെ റിലേഷൻ എന്താണ്, എങ്ങനെ വേണം എന്നതിനൊക്കെ പറ്റിയിട്ട്. 4 ഓഫ് വാൻസ് നിങ്ങൾ അവരുടെ ലൈഫിലെ ഒരു എംപ്രസ് സാന്നിധ്യമാണ്. നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻറ്റ് എന്തായാലും അവർക്ക് അവരുടെ ലൈഫിലില്ല. നിങ്ങളുമായിട്ടൊരു സ്റ്റെബിലിറ്റി, ഒരു എന്താ പറയുക, ഒരു അബണ്ടൻ്റ് ആയിട്ടൊരു ലൈഫ്, നിങ്ങളെ അങ്ങ് ഒരു എന്താ പറയുക, ഏറ്റവും കംഫർട്ട്സിൽ നിങ്ങളെ ജീവിപ്പിക്കണം. ഏറ്റവും കംഫർട്ടബിളായിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന് സന്തോഷമായിട്ട് നിങ്ങളെ ജീവിക്കണം, നിങ്ങളൊത്ത് ജീവിക്കണം എന്നൊക്കെയാണ് അവരുടെ മനസ്സിൽ. അവിടെയും ഒരു പ്രപ്പോസൽ, ഒരു കല്യാണം, അങ്ങനെയൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിൽ. സ്റ്റെബിലിറ്റി തന്നെയാണ് അവരുടെ മനസ്സിൽ കേട്ടോ. അതാണ് അവരുടെ ഏറ്റവും വലിയത്. നിങ്ങളുമായിട്ട് നിങ്ങളെ വളരെ നന്നായി നോക്കി ജീവിക്കുന്നത് പോലെ, പ്രൊട്ടക്റ്റ് ചെയ്ത്, സ്നേഹിച്ച്, കെയർ ചെയ്ത്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്ത്, അങ്ങനെ ഒരമ്മ കുഞ്ഞിനെ നോക്കും പോലെ അത്രയും കെയറോടുകൂടി നിങ്ങളെ നോക്കി നിങ്ങളുടെ ഒപ്പം ഒരു ജീവിതമാണ് അവരുടെ ഏറ്റവും വലിയ സ്വപ്നം. ഓക്കെ, നല്ല ഡ്രീംസ് ആയിരുന്നില്ലേ? ഡ്രീംസൊക്കെ അടിപൊളി ഡ്രീംസാണ് നിങ്ങളുടെ പേഴ്സൻ്റെ. ഇത് ആക്ഷനിൽ കൊണ്ടുവന്നൂടെ എന്നാണ് എൻ്റെ ചോദ്യം അല്ലേ. ആക്ഷൻ എടുക്കാൻ നേരം, ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, കൺഫ്യൂഷൻ എന്നുള്ള രീതിയാണ് നമുക്ക് കാണുന്നത്. എല്ലാം പോസിറ്റീവായിട്ട് അവരുടെ ചിന്തകൾ മാറി വരട്ടെ എന്ന് മാനിഫെസ്റ്റ് ചെയ്യുക കേട്ടോ. ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ല. നല്ല മനോഹരമായ ഡ്രീംസ് ആയിരുന്നു അവരുടെ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഇത്രയും മതി അല്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഹാൻഡ് റിട്ടൺ മെസ്സേജസ് കുറച്ച് ഞാൻ എടുത്തു തരാം. രാവിലെ സ്പെസിഫിക് മെസ്സേജ് ആയിരുന്നു വന്നത്. കുറച്ച് പേർക്ക് മാത്രമേ അത് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അല്ലാതെയുള്ള റൊമാൻറ്റിക് മെസ്സേജസ് ഞാൻ നമ്മുടെ ബൗളിൽ നിന്ന് ഞാൻ എടുത്തു തരാം കേട്ടോ. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. പേഴ്സൻ്റെ ചാനൽ ഹാൻഡ് റിട്ടൺ മെസ്സേജസ് ഫുള്ള് ബൗളുകളെല്ലാം എടുത്തിട്ടിട്ടുണ്ട്. എത്രത്തോളം എനിക്ക് വായിക്കാൻ തോന്നുന്നു അത്രത്തോളം ഞാൻ വായിക്കാം കേട്ടോ. ഐ വിൽ റിമെമ്പർ യു ഓൾ മൈ ലൈഫ്. നിങ്ങളവർ എന്നും ഓർക്കും എന്ന് പറയുകയാണേ. ഐ ഹാവ് ലോസ്റ്റ് മൈ പീസ് ഓഫ് മൈൻഡ്. അവർക്ക് മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന്. ഐ എം നെവർ ഗിവിങ് അപ്പ് ഓൺ യു. എന്ത് തന്നെ ആയാലും നിങ്ങളെ അവരെ ഒരിക്കലും വിട്ട് കളയില്ല. നമ്പർ 7, 16, 25. യു ഹാവ് ലൈഡ് ടു മീ. നിങ്ങൾ തമ്മിൽ എന്തോ വഴക്ക് ഉണ്ടായിട്ടുണ്ട്. യു ആർ മൈ സ്റ്റാർ. ഓക്കെ, അത് നമുക്ക് ഇഷ്ടം പോലെ റീഡിങ്ങിലും കണ്ടിരുന്നു. ഹാവ് യു മൂവ്ഡ് ഓൺ. നിങ്ങളവരെ വിട്ടു പോകാൻ തീരുമാനിച്ചോ? ഐ നോ ഐ സ്പോയിൽഡ് എവറിത്തിങ്. അവരുടെ തെറ്റാണ് എന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. ഐ ക്യാൻ സ്റ്റിൽ ഫീൽ യു. നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഇപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. മാരി മീ. ഓക്കെ, യു ആർ സോ ബ്യൂട്ടിഫുൾ, ഐ ലോസ്റ്റ് മൈസെൽഫ്. നിങ്ങളുടെ സൗന്ദര്യത്തിൽ അവർ മറന്നുപോയി, സ്വയം മറന്നുപോയി. നമ്പേഴ്സ് 9, 18, 27. സഡൻ കമ്മ്യൂണിക്കേഷൻ. പെട്ടെന്ന് ഒരു കോളോ മെസ്സേജോ ഒക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുണ്ട്. അക്വേറിയസ്, കുംഭരാശി. ഐ ജസ്റ്റ് കാൻ ലവ് എനി വൺ എനിമോർ. നിങ്ങളല്ലാതെ വേറെ ആരെയും സ്നേഹിക്കാൻ അവർക്ക് കഴിയാത്ത ഒരവസ്ഥയിലാണ് അവർ. യു ആർ സോ മിസ്റ്റീരിയസ്. നിങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതായത് നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഒബ്സെസ്ഡ് വിത്ത് യുവർ തോട്ട്സ്. നിങ്ങളുടെ ചിന്തകൾ നിർത്താനേ സാധിക്കുന്നില്ല അവർക്ക്. പ്ലീസ് ഡോണ്ട് വറി അബൌട്ട് മീ. നിങ്ങൾ അവരെക്കുറിച്ച് വറി ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, അവർ സമാധാനമായിട്ട് തന്നെ ഇരിക്കേണ്ടതെന്ന് പറയുകയാണ് കേട്ടോ. ഐ ലവ് യു. അത് പറയാണ്ടിരിക്കുമോ അല്ലേ. മൈ നൈറ്റ്സ് ആർ റെസ്റ്റ്ലെസ് വിത്ത് വറി. അവരെ വറി ചെയ്യേണ്ടത്, നിങ്ങളുടെ അടുത്ത് അവരെ പറ്റി വറി ചെയ്യേണ്ട പറഞ്ഞിട്ട്
അവർ സ്വയം വറി ചെയ്യുകയാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം ടു അപ്രോച്ച് യു. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശരിയായ സമയത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഒരു 5 കൂടെ എടുക്കാം. ജെമിനി, മിഥുന രാശി. ഐ എം ജെലസ്. അവർക്ക് അസൂയ തോന്നുന്നു എന്ന് പറയുന്നു. പ്ലീസ് മൂവ് ഓൺ ഇൻ യുവർ ലൈഫ്. അത് സ്പെസിഫിക് മെസ്സേജാണ്. ആർക്കോ പറയുന്നതാണ്. യു ആർ ദ വൺ ഫോർ മീ. നിങ്ങൾ വേണം അവർക്കെന്നും അവരുടെ ലൈഫിൽ. വെൻ യു വാക്ക്ഡ് അവേ യു ലെഫ്റ്റ് മീ വിത്ത് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ പിരിഞ്ഞു പോയെങ്കിൽ, നിങ്ങളാണ് തീരുമാനം എടുത്ത് പിരിഞ്ഞതെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ ഉത്തരം ഇതുവരെയും കിട്ടിയിട്ടില്ല. ഐ മിസ് യുവർ വോയിസ്, പ്ലീസ് കോൾ മീ. നിങ്ങളുടെ ശബ്ദം അവർക്ക് കേൾക്കണം. അവരൊന്ന് വിളിക്കുമോ എന്ന് ചോദിക്കുകയാണ്. 2 കൂടെ. നമ്പേഴ്സ് 3, 21, 12, 30. 2 എടുക്കാം, എന്നിട്ട് നിർത്താം കേട്ടോ. ക്യാൻ വി ടോക്ക്. വീണ്ടും നമുക്ക് സംസാരിക്കാമോ എന്ന് ചോദിക്കുകയാണ്. ഐ വോണ്ട് ടു ബി വിത്ത് യു. അവർക്ക് നിങ്ങളുടെ കൂടെ ഇരുന്നാൽ മതി എന്ന് പറയുകയാണ്. പോരെ, ഇത്രയും മതി ഇന്നത്തെ മെസ്സേജസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിങ്. ആദ്യമായിട്ട് ആണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണേ. നാളെ 11 മണിക്ക് ലൈവ് വരുന്നുണ്ട്. ഓക്കെ, പോസ്റ്റ് ഇട്ടേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തോളാം കേട്ടോ. വേറെന്താണ്? അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും സേഫായിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.